നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അവൾ പറഞ്ഞതാ, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവൾക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല. ഭയങ്കര ദേഷ്യപ്പെടും, ചെറിയ കാര്യങ്ങൾക്ക് വലിയ വാശി കാണിക്കും, കുറ്റപ്പെടുത്തും. അങ്ങനെ ഒരു കരുണയും അവളോട് കാണിച്ചിട്ടില്ലാത്ത ഒരമ്മ. അമ്മയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവൾക്ക് നല്ല ഓർമ്മകളേ ഇല്ല. എന്നിട്ട് അവൾ പറയാ, അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഒരു 8 മാസമൊക്കെ ഉള്ള സമയത്ത് അവൾക്ക് വല്ലാതെ വേദന എടുത്തു. ഭയങ്കര വേദന എടുത്ത് അവസാനം ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് അവൾ കിടന്ന് പതുക്കെ ഉറങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയിട്ട് അവൾ മെല്ലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരാന്നറിയോ? അമ്മ. അമ്മ അവളെ മെല്ലെ ഇങ്ങനെ തലോടി കൊടുക്കുക. അവൾ മെല്ലെ കണ്ണ് തുറന്നപ്പോൾ അമ്മയാണ് എന്ന് മനസ്സിലായപ്പോൾ അവൾ അങ്ങനെ കിടന്നു. ആ തലോടൽ കിട്ടാൻ വേണ്ടിയിട്ട്, കുറേ സമയം കിട്ടാൻ വേണ്ടിയിട്ട് അവൾ അവിടെ തന്നെ കിടന്നു. അമ്മ കുറേ സമയം തലോടി കൊടുത്ത്. ആ രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവൾ പറയണത് എന്താണെന്നറിയോ? അമ്മ മരിച്ചു. അമ്മ കുറച്ചു കാലം കഴിഞ്ഞ് മരിച്ചു. എന്നിട്ട് അവൾ പറയാ, അമ്മ എനിക്ക് നല്ല ഓർമ്മകളൊന്നും തന്നില്ല, വലിയ രീതിയിൽ എന്നെ വേദനിപ്പിക്കുകയും ചെയ്തു. എന്നാലും അമ്മ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ ആ വേദനിപ്പിച്ച ഓർമ്മകളൊക്കെ മാഞ്ഞുപോയി. ആ പാതിരാത്രിയിലെ തലോടൽ മാത്രം ബാക്കിയായി. ഒരു പാതിരാത്രിയിലെ ഒറ്റ തലോടൽ മാത്രം ബാക്കിയാവുകയും ബാക്കിയുള്ളതൊക്കെ മാഞ്ഞു പോവുകയും ചെയ്തു. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ, ഏത് ബന്ധമാണെങ്കിലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണെങ്കിലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതാണെങ്കിലും, അയൽക്കാർ തമ്മിലുള്ളതാണെങ്കിലും, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും, എന്താണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ഏത് ബന്ധത്തിലും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. പലതരം വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വാങ്ങുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു സാധനം മാത്രമേ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാവുകയുള്ളൂ. അതെന്താണെന്നറിയോ? അത് കാരുണ്യമാണ്. കുറച്ച് ദിവസം മുന്നേ, ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ കുറച്ച് സമയം കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. പക്ഷെ പറയണ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പിന്നീട് ബാക്കിയായാൽ മതി, അത്രയേ ഉള്ളൂ. കുറച്ച് ദിവസം മുന്നേ എന്നോട് എൻ്റെ കൂടെയുള്ള ആള്, അവളെ റമി എന്നാണ് വിളിക്കുക, അവൾ എന്നോട് ചോദിച്ചു, നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണ് എന്നറിയോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കത് കേൾക്കാൻ ഭയങ്കര ആവേശമായി. എന്നോട് അവൾക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണ് എന്നറിയാൻ എനിക്ക് ഭയങ്കര കൗതുകമായി. അപ്പം ഞാൻ ചോദിച്ചു, എപ്പോഴാണ് എന്നോട് ഏറ്റവും സ്നേഹം തോന്നാറുള്ളത് എപ്പോഴാണ്? അപ്പം എന്നോട് പറഞ്ഞു, അവർ രാത്രി നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്ത് പേടിച്ച് കരയും, പേടിച്ച് ഉണരും. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പേടിച്ച് ഉണരും. കുട്ടിക്കാലം മുതലുണ്ട് അവർക്കത്. അങ്ങനെ പേടിച്ച് ഉണരുന്ന സമയത്ത് അവൾ എന്നോട് പറയാ, നിങ്ങളിൻ്റെ അടുത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കും. ഞാൻ അങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ എന്നെ ഇങ്ങനെ കൊട്ടും. ആ സമയം എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്ന സമയമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ, ഇങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നതിൽ എനിക്ക് ഏറ്റവും സമാധാനം തോന്നുന്ന സമയം അതാണ്.
അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ ഏതെല്ലാം ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകളുമായിട്ട് എന്തെല്ലാം ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ പതുക്കെ പതുക്കെ മറഞ്ഞു പോവുകയും ഒരേ ഒരു ഫീലിംഗ് മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നു. അതിൻ്റെ പേരാണ് കരുണ. ഈ കാരുണ്യം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുള്ളൂ. അതാ, കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതൊരു മനുഷ്യനാണ്, മലക്കല്ല. മനുഷ്യനാകുമ്പോൾ അയാൾക്ക് തെറ്റുകൾ പറ്റും, അയാൾക്ക് പോരായ്മകൾ ഉണ്ടാവും. ഒരേ ആളോട് തന്നെ പിന്നെയും പിന്നെയും നമ്മൾ പുറത്തു കൊടുക്കേണ്ടി വരും. ഒരേ ആൾക്ക് തന്നെ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കേണ്ടി വരും. അതെന്തുകൊണ്ടാ? ഇയാൾ മനുഷ്യനായതുകൊണ്ടാണ്. നമ്മൾ സാധാരണ പറയില്ലേ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെയൊക്കെ സ്നേഹം ശരിക്ക് അറിയാനുള്ള മാർഗം എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു വലിയ നഷ്ടം വന്നു, സാമ്പത്തിക നഷ്ടം വന്ന് നമ്മളാകെ പാപ്പരായ സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ട്? അങ്ങനെയല്ലേ നമ്മൾ പറയാം. നമ്മുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടാകുമ്പോൾ കുറേ ആളുകളുണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിൽ പൈസ കുറയുമ്പോഴോ അധികാരം ഉണ്ടാവില്ല. അപ്പം നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ശരിക്കും നമ്മുടെ കൂടെ ഉള്ളത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. നമ്മുടെ കൂടെ ഉള്ള ആളുകളിൽ ആരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ നമ്മളെ വില വെക്കുന്നത്, നമുക്കൊരു വില തരുന്നത് ആരാണ് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, നമ്മൾക്കൊരു തെറ്റു പറ്റിപ്പോയി, നമ്മളൊരു തെറ്റ് ചെയ്തു, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ അടുത്ത് നിന്ന് ഒരബദ്ധം വന്നു, നാട്ടുകാർ മുഴുവനും നമ്മുടെ കൈയൊഴിയും, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ അപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ കൈവിടാത്ത ഒന്നോ രണ്ടോ മനുഷ്യരുണ്ടാവും. നമ്മൾ ചെയ്ത തെറ്റിനെ അല്ല, നമ്മൾ ചെയ്തത് തെറ്റന്നെയാണ്, അതിനെ അവർ ന്യായീകരിക്കൊന്നുമില്ല. പക്ഷെ നമ്മളെ കൈവിടാതിരിക്കുന്ന മനുഷ്യരില്ലേ, അവരാണ് ശരിക്കുള്ള നമ്മുടെ മനുഷ്യൻ. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ആള് മനുഷ്യനാണ്. മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അയാൾക്ക് പോരായ്മകൾ ഉണ്ടാവുക എന്നാണ്. ബൈബിളിൽ ഒരു കഥയുണ്ട്. ഒരു രാജാവിൻ്റെ കഥയാണ് കേട്ടോ, നിങ്ങൾ ശരിക്കും കേൾക്കണേ. ഒരു രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്ന ഒരാളെ കുറിച്ചുള്ള കഥയാണ്. ഒരു രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുകയാണ്. രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. രാജാവിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ശരീരഭാഗങ്ങളും ഇരുമ്പ് കൊണ്ട്. പക്ഷെ ഒരു സാധനം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല, ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല. ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നറിയോ? കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കളിമണ്ണിൻ്റെ പ്രശ്നം എന്താണ്? എവിടെയെങ്കിലും തട്ടുമ്പോഴേക്ക് പൊട്ടിപ്പോവും അല്ലേ? അങ്ങനെ ഉണ്ടാക്കിയ അവയവം ഏതാണെന്നറിയോ? കാൽപാദം. കാൽപാദല്ലേ? ശരിക്കും കാൽപാദമല്ലേ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത്? നമ്മുടെ എല്ലാ ശരീരഭാരവും കാൽപാദത്തിലേക്കല്ലേ പോവാ. അപ്പൊ കാൽപാദമല്ലേ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത്? എന്നാൽ പകരം മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കുകയും കാൽപാദം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കും? രാജാവിൻ്റെ ശില്പമാണെന്ന് ആലോചിക്കണം. എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര പ്രസിദ്ധനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും, ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കാൽപാദമാണ് ഏതൊരു മനുഷ്യൻ്റേതും. എത്ര വലിയ മനുഷ്യനാണെങ്കിലും അയാൾ ചെറിയ ചെറിയ പ്രലോഭനങ്ങളിൽ, ചെറിയ ചെറിയ വശീകരണങ്ങളിൽ, ചെറിയ ചെറിയ കൊതികളിൽ വീണുപോയേക്കാം. ചെറിയ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക്
പൊടിഞ്ഞു പോകാൻ മാത്രം ദുർബലമായ കാൽപാദമാണ് ഏതൊരു മനുഷ്യനും ഉള്ളത്. അതാണ് ബാലേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലൊരു പാട്ടുണ്ട്, അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ്. നെടുമുടി വേണുവാണ് അച്ഛൻ മരിച്ചു. അതിൻ്റെ പിറ്റേന്ന് അച്ഛനെക്കുറിച്ച് ആലോചിച്ച് മോഹൻലാലിൻ്റെ കഥാപാത്രം പാടുന്ന പാട്ടിലെ ഒരു വരി ഇങ്ങനെയാണ്. എന്താണെന്നറിയോ? ഒരടി തെറ്റുമ്പോൾ കൈതന്ന് കൂടെ വന്നു. കാൽപാതേ, നമ്മുടെ കാലടിയില്ലേ, ഒരടി തെറ്റുമ്പോൾ കാലടി ഓരോന്നായി പലപ്പോഴും തെറ്റിപ്പോവും. അങ്ങനെ ഒരടി തെറ്റുന്ന സമയത്ത് കൈ തന്ന് കൂടെ വന്നു. ഇതൊരു കുട്ടിയുടെ കുഞ്ഞിക്കാലടികൾ മാത്രമല്ല, കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു എന്നാണ്. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റുക. എനിക്കിപ്പോൾ 40 വയസ്സായി, എൻ്റെ കാലടികളും തെറ്റും. 60 വയസ്സായി, നിങ്ങളുടെ കാലടികളും തെറ്റും. 50 വയസ്സായി, നിങ്ങളുടെ കാലടികളും തെറ്റും. അങ്ങനെ തെറ്റുന്ന സമയത്ത്, നമ്മൾ പിഴയ്ക്കുന്ന സമയത്ത്, നമുക്ക് അബദ്ധങ്ങൾ വരുന്ന സമയത്ത് കൈ തന്ന് കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനുണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ല. നാട്ടുകാർ മുഴുവനും കൈയൊടിയും. എല്ലാവരും കൈയൊഴിയുമ്പോഴും നമ്മളെ കൂടെ വേണ്ടേ 1-2 ആളുകൾ. ചില ആളുകൾ വലിയ തെറ്റൊക്കെ ചെയ്യുന്ന, ക്രൈമൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നെ പത്രക്കാരൊക്കെ അവരുടെ വീടുകളിലേക്ക് ചെല്ലും. വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ഒക്കെ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുക? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല എന്ന് പറയും അല്ലേ? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല. അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ ആ സുഹൃത്ത് പറയും ഞങ്ങൾക്കിനി അങ്ങനെ ഒരു സുഹൃത്തില്ല എന്ന് പറയും. എടാ, അത് പറയാൻ എന്തിനാണ് അവരുടെ ആവശ്യം? അത് നാട്ടുകാർ മുഴുവൻ പറയണില്ലേ? എനിക്കങ്ങനെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറയാൻ ആരുണ്ട്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനുണ്ട്, അവന് തെറ്റുപറ്റിപ്പോയി, അതിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരു വാപ്പയോ ഉമ്മയോ ഉണ്ടെങ്കിൽ അവരാണ് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ മാടി വിളിക്കുന്ന മനുഷ്യർ. പ്ലീസ് കം ബാക്ക്, മടങ്ങി വരൂ എന്ന് പറയാൻ നമുക്കൊരു മനുഷ്യൻ വേണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? തെറ്റുപറ്റാത്ത മനുഷ്യരാണോ കൂടെ ഉള്ളത്? ആണോ? ഒരു തെറ്റും പറ്റാത്ത, ഒരു കുഴപ്പവും ഇല്ലാത്ത മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ എന്ത് സുഖമായിരിക്കും. പക്ഷേ ആകാശത്തിൻ്റെ ചുവട്ടിൽ, ഭൂമിയിൽ അത് നിങ്ങളോ ഞാനോ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് നടക്കൂല. തെറ്റുപറ്റാത്ത, കുഴപ്പങ്ങളില്ലാത്ത മനുഷ്യരുടെ കൂടെ നിൽക്കുക എളുപ്പമാണ്, പക്ഷേ അത് ഭൂമിയിൽ നടക്കൂല. അതുകൊണ്ട് എന്ത് വേണ്ടി വരും? പിന്നെയും പിന്നെയും മനുഷ്യന് മാപ്പ് കൊടുക്കേണ്ടി വരും. ഭൂമിയിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ആരായിരുന്നു? നമ്മുടെ ഇസ്ലാമിക് മിത്തോളജിയിൽ, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള മനുഷ്യൻ ആരായിരുന്നു? കേട്ടിട്ടില്ലേ? ആരായിരുന്നു? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? പിന്നെ വേറൊരു പ്രവാചകൻ കൂടിയുണ്ട്. അതാരായിരുന്നു? യൂസുഫ് നബി അല്ലേ? അല്ലേ? യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയില്ലേ? എന്താണ് ഉണ്ടായത് കുട്ടിക്കാലത്ത്? പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വാപ്പയ്ക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു, പിരിശായിരുന്നു. അത് മറ്റുള്ള സഹോദരങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ആട് മേയ്ക്കാൻ പോകുന്ന സമയത്ത് കുട്ടിയായിരുന്ന യൂസുഫിനെയും ബാപ്പനോട് പറഞ്ഞ് പിന്നെ അവരുടെ കൂടെ കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ യൂസുഫില്ല അല്ലേ? അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു അല്ലേ? സത്യത്തിൽ എന്തുണ്ടായത്? അവരൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാ അല്ലേ? പിന്നീട് ഏതോ യാത്രക്കാർ വന്ന് വെള്ളം കോരുന്ന സമയത്ത് ഒരു കുട്ടിയെ കാണുന്നു, ആ കുട്ടിയെ രക്ഷിക്കുന്നു. ആ കുട്ടി പിന്നെ എവിടെ എത്തുന്നു? ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തുന്നു. അവിടുത്തെ ധനകാര്യ മന്ത്രിയായി മാറുന്നു. വല്ലാത്തൊരു ചരിത്രമല്ലേ അത് അല്ലേ? ആര് നമ്മളെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടാലും പടച്ചോൻ്റെ ഒരു പ്ലാനുണ്ട്. അതാ, നമ്മളെ തകർക്കാൻ ഭൂമിയിലൊരു മനുഷ്യനും കഴിയില്ല. അതാണ് ആ ചരിത്രം. അവർ കൊണ്ടുപോയിട്ടത് എന്തെങ്കിലും ഒരു യാത്രക്കാർ വരും അവരെ രക്ഷപ്പെടുത്തിക്കോളും എന്ന് വിചാരിച്ചിട്ടാണോ? അവർ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിട്ടതാ.
കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിട്ടതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. ഈ യൂസുഫ് പ്രവാചകനായി മാറുന്നു, യൂസുഫ് നബിയായി മാറുന്നു അലൈഹിസ്സലാം, അല്ലേ? അദ്ദേഹം കല്യാണം കഴിക്കുന്നു, അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടാവുന്നു. നിങ്ങൾ ശരിക്കും കേൾക്കണേ, അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിക്ക് അദ്ദേഹം ഒരു പേരിടുന്നു. എന്താ പേരെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഉണ്ടോ? ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ? മനാസേഹ്. എന്താണ് മനാസേഹ്? മനാസേഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാരല്ല പോട്ടെ. മനാസേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാം മറക്കുക എന്നാണ്. എന്തിനായിരിക്കും യൂസുഫ് നബി അങ്ങനെ ഒരു പേര് ആ കുട്ടിക്കിട്ടത്? എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്നറിയോ? കുറേ കാലം കഴിഞ്ഞിട്ട് ഈ കുട്ടി വലിയൊരാളാവുമ്പോൾ ആരെങ്കിലും വന്ന് നാട്ടുകാർ ഈ കുട്ടിയോട് പറയും, എന്ന് പറയും, എടാ നിന്റെ മൂത്താപ്പന്മാരെയൊക്കെ നിനക്കറിയോ? ആരാന്നറിയോ? നിന്റെ വാപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയ ആളുകളാ. അവരോട് പകരം ചെയ്യണം, അവരുടെ മക്കളോട് പകരം ചെയ്യണം. അവരെ ഒരിക്കലും അടുപ്പിക്കരുത്, അവരെ വെറുക്കണം. അവരോട് പകരം ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും ഒരു നാൾ ഈ കുട്ടിയോട് വന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്താണോ മറുപടി പറയേണ്ടത് അതാണ് ആ വാപ്പ കുട്ടിക്ക് പേരായിട്ട് കൊടുത്തത്. എന്താ പേര്? സാരല്ല പോട്ടെ. മിക്കവാറും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ സങ്കടം തന്നിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കും. അത് മനുഷ്യൻ്റെ ഒരു ദുര്യോഗമാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വലിയ സങ്കടമാണ്. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സങ്കടം, നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ പിന്നാലെ കൂടുന്നൊരു സങ്കടം. അതാ ഇപ്പം എനിക്ക് 40 വയസ്സായി എന്ന് പറഞ്ഞില്ല. 40 വയസ്സായി എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ, എന്നെ നിങ്ങൾ വേദനിപ്പിച്ചു നോക്കൂ. എനിക്കതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരു 3-4 മിനിറ്റ് മതി. അതിനുള്ളൊരു മെക്കാനിസം എൻ്റെ ഉള്ളിൽ വളർന്നു. പക്ഷെ ഒരു 4 വയസ്സായ കുട്ടിയെയാണ് നമ്മൾ അങ്ങനെ വേദനിപ്പിക്കുന്നതെങ്കിലോ 40 വയസ്സായാലും അവനത് മറക്കൂല. ആ തരത്തിൽ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഇങ്ങനെ വല്ലാതെ അലട്ടിയ ഒരു സങ്കടം, ഒരു വേദന, ഒരു അപമാനം നമുക്ക് മിക്കവാറും കിട്ടിയിട്ടുണ്ടാവുക നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും, അല്ലേ? അവരോട് നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ലൊരു വാക്കാണ് യൂസുഫ് നബി മകനോട് പറഞ്ഞത്, എല്ലാം മറക്കുക. 2 ചങ്ങാതിമാരിങ്ങനെ യാത്ര പോയ ഒരു കഥയുണ്ട്. 2 ആൾ നല്ല ചങ്ങാതിമാരാണ്. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി. അപ്പോൾ ഒരാൾ മറ്റേയാളെ അടിച്ചു. നല്ലോണം അടി കിട്ടിയിട്ട് ഇയാൾ തിരിച്ചൊന്നും ചെയ്തില്ല. ഇയാൾ ആകെ ചെയ്തത് എന്താണെന്നറിയോ? അവിടെ നിലത്തിരുന്നിട്ട് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു, എന്ത്? ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. യാത്ര കഴിഞ്ഞിട്ടില്ല, യാത്ര പിന്നെയും തുടർന്ന് പോവുക. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അവരൊരു പുഴ കടന്നിങ്ങനെ പോവുക, നല്ല വെള്ളമുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഓരോ പാറക്കല്ലുകളുണ്ട്. ആ പാറക്കല്ലിലൊക്കെ ചവിട്ടിയിട്ട് ഇങ്ങനെ പോവുക. പാറക്കല്ലിൽ ചവിട്ടി പോകുന്നതിനിടയിൽ ഒരാളിങ്ങനെ തെന്നിപ്പോയ സമയത്ത് മറ്റേയാളിങ്ങനെ ചേർത്ത് പിടിച്ചു, വീഴാതെ പിടിച്ചു. ഈ വീഴാതെ പിടിച്ചതാരാന്നറിയോ? നേരത്തെ അടിച്ച ആളാണ്. അപ്പം മറ്റേയാളില്ലേ, പുഴ കടന്ന് അക്കരെ എത്തിയ ശേഷം ആദ്യം ചെയ്തത് എന്താണെന്നറിയാം? അയാളുടെ സഞ്ചിയിലൊരു കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് പാറക്കല്ലിൽ ഇങ്ങനെ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ച്? ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി പുഴയിലേക്ക് വീഴാതെ എന്നെ കാത്തു രക്ഷിച്ചു. മറ്റേയാൾ ചോദിച്ചു, അതെന്താ? ഇന്നലെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത്. ഇന്നലെ ഞാൻ അടിച്ച സമയത്ത് വേദനിപ്പിച്ച സംഭവം മണലിലാണല്ലോ എഴുതിയത്. ഇന്ന് ഞാൻ സ്നേഹിച്ച സംഭവം പാറയിലാണല്ലോ കൊത്തിവെച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു, അതങ്ങനെയാണ്. വേദനിപ്പിച്ച ഓർമ്മകളൊക്കെ മണലിൽ എഴുതിയാൽ മതി, ഒരു കാറ്റ് വന്ന് അതിനെ മറച്ചു കളയട്ടെ.
പക്ഷേ സ്നേഹിച്ച ഓർമ്മകൾ അങ്ങനെയല്ല, അത് നമുക്ക് വേണം. വരാനിരിക്കുന്ന നമ്മുടെ കുട്ടികളും അത് പറയണം. നമ്മൾ സ്നേഹിച്ച കഥകളില്ലേ, വരാനിരിക്കുന്ന തലമുറകൾ പറയണം. നമ്മൾ ദ്രോഹിച്ച കഥകളല്ല, അതൊക്കെ മണലിൽ എഴുതിയാൽ മതി, അതൊക്കെ മാഞ്ഞു പോകണം, ബാക്കിയാവരുത്. പക്ഷേ നമ്മൾ സ്നേഹിച്ച കഥകളില്ലേ, വരാനിരിക്കുന്ന മനുഷ്യരും അതറിയണം, അത് കേൾക്കണം, അത് പറയണം എന്നാണ് ആ സുഹൃത്ത് പങ്കുവച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്. മനുഷ്യർ തമ്മിൽ പലതരത്തിലുള്ള വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു സാധനം മാത്രമേ ബാക്കിയാവുള്ളൂ, അത് കാരുണ്യമാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന ഒരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ. അദ്ദേഹം ഈ അടുത്ത് എഴുതിയ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഒരു അച്ഛനെ കുറിച്ച്, ഒരു വാപ്പയെക്കുറിച്ച്. അയാൾ നല്ല കാലത്ത് ഒരുപാട് അധ്വാനിച്ച് മക്കളെ പോറ്റി വളർത്തി കുടുംബത്തെ സംരക്ഷിച്ച് മക്കളൊക്കെ വലിയ ആളുകളായി പതുക്കെ പതുക്കെ ഈ വാപ്പയില്ലേ വീട്ടിൽ സ്ഥാനമില്ലാത്ത ഒരാളായിട്ട് ഇങ്ങനെ മാറുക. അയാൾ അവിടെ ഒരു അധികപ്പറ്റായിട്ട് മാറുക. അയാൾക്കൊരു വിലയില്ല. അതാ, അയാൾക്കൊരു വിലയില്ല. ആ കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനം, ആ കഥയുടെ അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഭൂമിയിൽ പുരുഷൻ്റെ അത്ര അരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ജീവി വേറെയില്ല. വല്ലാത്തൊരു വാക്കാണ്. ഈ പ്രപഞ്ചത്തിൽ പുരുഷൻ്റെ അത്ര അരക്ഷിതത്വം അനുഭവിക്കുന്ന, ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന വേറൊരു മനുഷ്യനില്ല. ഒരു സമയം കഴിഞ്ഞാൽ അയാളെ ആർക്കും വേണ്ട, അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ട. എന്നിട്ട് ആ കഥയുടെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു കാലത്ത് മുല്ലയാണ്, നിറയെ പൂക്കളായിരുന്നു, എല്ലാവർക്കും വേണം, കുട്ടികളൊക്കെ അതിൻ്റെ ചോട്ടിലുണ്ടാവും. പതുക്കെ പതുക്കെ അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു ചൂലായി മാറിയതുപോലെ ഈ പ്രപഞ്ചത്തിൽ പുരുഷനോളം അരക്ഷിതനായൊരു ജീവി വേറെയില്ല. അതുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആനിൽ ഈ ചെറുപ്പക്കാരായ മക്കളോട് പഠിച്ചവൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രായമായാൽ, അവർക്ക് വയസ്സായാൽ, അവർക്ക് നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെയല്ലേ പറയണു അല്ലേ? വഖ്ഫിൽ, താഴ്ത്തി കൊടുക്ക്, ലഹുമാ, അവർക്ക് രണ്ടു പേർക്കും, ജനാഹ ദുല്ലി മിനർ റഹ്മ, നിന്റെ കാരുണ്യത്തിൻ്റെ ചിറക്. നമുക്ക് വല്ല ചിറകുണ്ടോ? എനിക്ക് ചിറകുണ്ടോ? നിങ്ങൾക്ക് ചിറകുണ്ടോ? പിന്നെ എന്താണ് ഈ പറയണേ? കാരുണ്യത്തിൻ്റെ ചിറക് കൊടുക്കണം എന്നല്ല പറയണേ, കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാ പറഞ്ഞ. എന്തൊരു വാക്കാണല്ലേ, എന്ത് രസമുള്ളൊരു വാക്കാ. നിങ്ങളെ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കിങ്ങനെ എത്തിപ്പിടിക്കാൻ പ്രയാസം ഉണ്ടാവരുത്. അതാ, അവർക്ക് കിട്ടാതെ പോകരുത്, അവർക്ക് നമ്മളെ കിട്ടാതെ പോകരുത്. നിങ്ങൾ അവർക്ക് അവൈലബിൾ ആയിരിക്കണം. അതാണ് പറഞ്ഞത്. ഖുർആൻ അത് കവിത പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞത് ഇത്രയാണ്: നിങ്ങളെ കാരുണ്യം അവർക്ക് കിട്ടണം, അവർക്ക് കിട്ടാതെ പോകരുത്, അവർക്ക് അവൈലബിൾ ആയിരിക്കണം. ഗൾഫിലുള്ളൊരു ആൾ പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മകനെയും കൊണ്ട് ഷോപ്പിംഗ് മാളിലേക്ക് പോയി. ഭാര്യയല്ല, മോനും പാപ്പയും മാത്രം. ചെറിയ മോനാണ്, ഒരു 3 വയസ്സൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യുന്നതിനിടയിൽ ഈ കുട്ടിയെ കാണാനില്ല. എത്ര നോക്കിയിട്ട് ഇവനെ കാണാനില്ല. വലിയ ഷോപ്പിംഗ് മാളാണ്. അതിൻ്റെ ഇടയിൽ എവിടെയോ ഇവനെ മിസ്സായി. എത്ര നോക്കിയിട്ട് ആളെ കിട്ടുന്നില്ല. അവസാനം 2-2.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് ആ വാപ്പയുടെ മുന്നിൽ ഈ കുട്ടിയെ കിട്ടുന്നത്. അയാൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. സന്തോഷം കൊണ്ട് അയാൾക്ക് നിയന്ത്രിക്കാനാവാതെ കരഞ്ഞ് അയാൾ അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നതെന്നറിയാം? നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഭാര്യയോട് ചെന്നിട്ട് വിവരമൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, അതല്ല മോനെ കിട്ടിയില്ലേ, ഇനി എന്തിനാ നാട്ടിലേക്ക് പോണേ? മോനെ കിട്ടിയല്ലോ, പിന്നെ എന്തിനാണ് നാട്ടിലേക്ക് പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ അയാൾ പറഞ്ഞ വാക്ക് ഇതാണ്: 2.5 മണിക്കൂർ നേരം എൻ്റെ കുട്ടിയെ കാണാതായപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായൊരു തീയുണ്ട്. 2 കൊല്ലമായിട്ട് എന്നെ കാണാതിരിക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ മനസ്സിലെ തീ എത്രയാവുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് മനസ്സിലാകാൻ എനിക്കിപ്പോഴാണ് പറ്റിയത്. എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ, ഉമ്മനെ കണ്ടേ പറ്റുള്ളൂ. വഖ്ഫിൽ ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ. നമ്മൾ അവർക്ക് അവൈലബിൾ ആവുക. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നാണ്, കേട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബിയോട് തിരിച്ചു എങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയണ, നബി ചവിട്ടിയെടുത്ത് ചവിട്ടുന്നതാണ്. നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബി എവിടെയാണോ കാൽപാദം പതിച്ചത് അവിടെ കാൽപാദം പതിക്കാൻ മത്സരിക്കുന്ന ഒരു സഹാബിയായിരുന്നു. അപ്പോൾ ആ സ്നേഹത്തിലെന്ന് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്ന് എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താണ് അതിന് പകരം ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ കുറ്റബോധമാണ്, അതിനൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങളെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഉമ്മ മരിച്ചു. വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, വാപ്പയും മരിച്ചു. ഉമ്മയും വാപ്പയും മരിച്ചു? ആ, അമ്മയും വാപ്പയും മരിച്ചു. ആണല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും നന്മകൾ ചെയ്യൂ. നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് പകരമായി എന്തെങ്കിലും നന്മകൾ ചെയ്യൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പോയതിനു ശേഷം അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അതല്ല, കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞൊരു മനുഷ്യനോട് വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചത് എന്തിനാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, ഈ വാപ്പനെയും ഉമ്മനെയും സന്തോഷിപ്പിച്ചാൽ, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, അത് ചെയ്തു കൊടുത്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാപ്പയും ഉമ്മയും മരിച്ചതാണ്. 2013 എൻ്റെ ഉമ്മ പോയി, 2015 എൻ്റെ വാപ്പയും പോയി, രണ്ടാളും പോയി. എനിക്കൊരു വലിയ അവസരമാണ് ഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടത്. ഈ കാരുണ്യം എന്നുള്ള അറബി വാക്കില്ലേ, മലയാള വാക്കില്ലേ, അതിന് അറബിയിൽ എന്താ പറയുക? എന്താ പറയുക? റഹ്മത്ത് എന്നല്ലേ പറയാ, അല്ലേ? റഹ്മ. ഈ റഹ്മ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാം? കാരുണ്യം എന്നല്ലാതെ വേറെ ഒരർത്ഥമുണ്ട്, ഭയങ്കര രസമുള്ളൊരർത്ഥമാണ്. അതെന്താണെന്നറിയോ? ഗർഭപാത്രം എന്നാണ്. കുടുംബ ബന്ധമല്ലേ നമ്മൾ ഇതിന്, ഈ കുടുംബ ബന്ധത്തിന് റഹ്മ എന്ന് പറയും. കാരണം ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ആളുകളാണ്. റഹ്മ എന്നുള്ള വാക്കിന് രണ്ടർത്ഥം. ഒന്നെന്താണ്? കാരുണ്യം. ഒന്നെന്താണ്? ഗർഭപാത്രം. ഈ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ചെറിയൊരു ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് 3-4 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ അറയാണ്. അറ 3-4 സെൻറ്റിമീറ്ററേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ ആ 3-4 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ആ ചെറിയ അറയാണ് 3-4 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വലുതാകുന്നത്. അല്ലേ? എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ? എന്താ? ഒരാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ്. നമുക്കിഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും, നമുക്ക് താല്പര്യമില്ലാത്ത മനുഷ്യരുണ്ടാവും, നമ്മളോട് യാതൊരു തരത്തിലും അനുകൂലമല്ലാത്ത നിലപാടുള്ള മനുഷ്യരുണ്ടാവും. ആ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് നമുക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. പക്ഷെ ആ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഒരാൾ സ്വയം വലുതാകലാണ് എന്ത്? കാരുണ്യം. ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോ അവസ്ഥയാണ്, അല്ലേ? രാവിലെയുള്ള ആളല്ല വൈകുന്നേരം, ഇന്നലെയുള്ള ആളല്ല ഇന്ന്, കഴിഞ്ഞ മാസം കണ്ട ആളല്ല ഈ മാസം. ഒരേ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ
എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത് സ്ത്രീകളാണ്. ഇതിലൊരു 90% സ്ത്രീകളാണ് അല്ലേ. ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവളുടെ ആയുസ്സിൽ മുഴുവനും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 13 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 13-14 വയസ്സ് മുതൽ ഒരു 50 വയസ്സിനോടടുത്തൊരു മെനോപോസ് വരെ ഒരു പെണ്ണ് ഇത് അവൾക്ക് വേണ്ടിയാണോ? ആണോ? അവൾക്കിതെന്തുണ്ടെങ്കിലും മെച്ചമുണ്ടോ? ഈ മനുഷ്യവംശത്തിന് വേണ്ടി പടച്ചോൻ അവളെ ഏൽപ്പിച്ച ഒരു ജോലി, പടച്ചോൻ അവളുടെ ഉള്ളിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് അവൾ എന്തെല്ലാം മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകണം, എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകണം, എന്തെല്ലാം മനസ്സിലെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകണം അല്ലേ. എൻ്റെ പെണ്ണിനോട് വന്നിട്ട് പറയാ, എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അതെന്തിനാ? വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ അവൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടാ പറയാ. ഇതെന്തിനാ നമ്മളോട് പറഞ്ഞത്? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ, കാരുണ്യം. ഇന്നലെ ഉള്ളതുപോലെ അല്ല കേട്ടോ ഇന്നെന്നോട് പെരുമാറേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പെരുമാറിയതുപോലെ അല്ല കേട്ടോ ഈ ആഴ്ച എന്നോട് പെരുമാറേണ്ടത്. ഉള്ളിലെ ഗർഭപാത്രം കൊടുക്കുന്ന സംഘർഷങ്ങൾ ഇതൊരു പെണ്ണിന് മാത്രമേ ഉള്ളൂ. ഒരാണിന് അവൻ്റേതായ സംഘർഷങ്ങളുണ്ട്. അവനത് പറയ പോലും ഇല്ല. അതാണ് പെണ്ണ് പറയും, പുരുഷൻ പറയ പോലും ഇല്ല. പറയാതെ വിങ്ങുന്ന മനസ്സായിരിക്കും. പറയാതെ വിങ്ങുന്ന മനസ്സുമായിട്ട് ജീവിക്കുക ചെയ്യുക. എല്ലാവരുടെ മുറിവും ഉണക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കാണ് അല്ലേ. അയാളുടെ മുറിവ് ആരുണക്കും? നമ്മൾ പെട്ടെന്ന് മുറിവൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ഒരു മരുന്ന് ആയിട്ട് ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് അപ്പ ഇല്ലേ അല്ലേ. അപ്പം അതധികം കാണാറില്ല അല്ലേ കമ്മ്യൂണിസ്റ്റ് അപ്പ. കമ്മ്യൂണിസം ഒരു കാലത്ത് ലോകത്ത് വളരെ വ്യാപകമായി പെട്ടെന്ന് പിടിച്ചു കയറി. അങ്ങനെയാണ് പച്ച നിറത്തിലുള്ള ഒരു ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പേര് കിട്ടി. കാരണം അത് പെട്ടെന്ന് പിടിച്ചു കയറി. വെള്ളമൊന്നും വേണ്ട, ആരും വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നാണ് നമ്മൾ പറയും അല്ലേ. പെട്ടെന്ന് മുറിവുണക്കാനുള്ള ചെടിക്ക് വിളിക്കുന്ന പേരെന്താ? അപ്പ. എന്താണ്? അപ്പ. ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ അച്ഛനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാം? അപ്പ. നമ്മളിപ്പെന്ന് പറയും, അല്ലെങ്കിൽ വാപ്പാന്ന് പറയും, ഒക്കെ ഒന്ന് തന്നെയല്ലേ. പെട്ടെന്ന് ഉണക്കാനുള്ള ചെടിയുടെ പേരാണ് അപ്പ. പെട്ടെന്ന് ഓടിക്കേറാവുന്ന മെഡിക്കൽ ഷോപ്പിൻ്റെ പേരാണ്. ഏത് വേദനയ്ക്കും പെട്ടെന്ന് പെയ്യുന്ന പച്ചമരുന്നിൻ്റെ മഴയാണ് വാപ്പ, ഉപ്പ. ഓരോ മനുഷ്യനും അവരുടേതായ സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷങ്ങളോടെ ആ മനുഷ്യനെ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനുമാണ് നമുക്ക് ഈ മനുഷ്യന്മാർ. നിങ്ങളുടെ കുടുംബസംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാനൊരു വാക്കുകൾ